അമേരിക്കൻ സൈന്യം വെനസ്വേലയിൽ നടത്തിയ മിന്നലാക്രമണവും നിക്കോളാസ് മഡൂറോയുടെ അറസ്റ്റും ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ വൃത്തങ്ങളിലും ഇത് സംബന്ധിച്ച ചർച്ചകൾ ഉയർന്നത്. മുംബൈയിലെ പരിപാടിയിൽ പ്രസംഗിക്കവേ ഒവൈസി പ്രധാനമന്ത്രിയെ നേരിട്ട് ലക്ഷ്യം വെച്ചു. ഇന്ന് വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ ട്രംപ് അവരുടെ രാജ്യത്ത് പോയി പിടിച്ചു കൊണ്ടുവന്നുവെന്ന് നമ്മൾ കേട്ടു. ട്രംപിന് അങ്ങനെ സാധിക്കുമെങ്കിൽ മോദിക്കും പാകിസ്ഥാനിൽ പോയി മുംബൈ ഭീകരാക്രമണ കേസിലെ ഭീകരരെ പിടികൂടാമെന്ന് ഒവൈസി പറഞ്ഞു. പ്രസംഗത്തിലുടനീളം പരിഹാസ രൂപേണയാണ് ഒവൈസി കാര്യങ്ങൾ അവതരിപ്പിച്ചത്. പ്രധാനമന്ത്രിയുടെ 56 ഇഞ്ച് നെഞ്ചളവ് എന്ന പരാമർശത്തെയും അദ്ദേഹം ഇതിലേക്ക് വലിച്ചിഴച്ചു. മോദിജി, എന്തുകൊണ്ടാണ് നിങ്ങൾ പാകിസ്ഥാനിലേക്ക് സൈന്യത്തെ അയക്കാത്തത്? മസൂദ് അസറിനെയോ ലഷ്കർ ഇ തൊയ്ബയിലെ കൊടും ഭീകരരെയോ എന്തുകൊണ്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നില്ല? അദ്ദേഹം ചോദിച്ചു. 2008 മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ ഇപ്പോഴും പാകിസ്ഥാനിൽ സുരക്ഷിതരായി കഴിയുകയാണെന്ന് ഒവൈസി ചൂണ്ടിക്കാട്ടി. ട്രംപിന്റെ മാതൃക പിന്തുടർന്ന് അവരെ പിടികൂടി ഇന്ത്യൻ നിയമത്തിന് മുന്നിൽ ഹാജരാക്കാൻ ധൈര്യമുണ്ടോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വെല്ലുവിളി. മയക്കുമരുന്ന് കടത്ത് ആരോപിച്ചാണ് വെനസ്വേലൻ പ്രസിഡന്റ് മഡൂറോയെ മാസങ്ങളായി അമേരിക്ക വേട്ടയാടിയിരുന്നത്. ഒടുവിൽ ഡിസംബർ 3 പുലർച്ചെ 2 മണിയോടെ US സൈന്യത്തിന്റെ ഭീകരവിരുദ്ധ വിഭാഗമായ ഡെൽറ്റ ഫോഴ്സ് മഡൂറോയുടെ വസതിയിൽ അതിക്രമിച്ചു കയറുകയായിരുന്നു. കിടപ്പുമുറി വെച്ചാണ് മഡൂറോയും ഭാര്യ സീലിയ ഫ്ലോറസിനെയും സൈന്യം കീഴ്പ്പെടുത്തിയത്. ഇതിന് മുന്നോടിയായി വെനസ്വേലൻ തലസ്ഥാനമായ കാരാക്കാസിൽ അമേരിക്ക കനത്ത വ്യോമാക്രമണങ്ങളും നടത്തിയിരുന്നു. ഈ ഓപ്പറേഷന്റെ വിവരം ട്രംപ് തന്നെയാണ് ട്രൂത്ത് സോഷ്യലിലൂടെ പുറത്തുവിട്ടത്. ബന്ദിയാക്കപ്പെട്ട മഡൂറോയെയും ഭാര്യയും ഉടൻ തന്നെ ന്യൂയോർക്കിലേക്ക് മാറ്റി. നിലവിൽ ബ്ലൂ കിങ് തടങ്കൽ കേന്ദ്രത്തിലാണ് അദ്ദേഹം കഴിയുന്നത്. നാർക്കോ ടെററിസം, ഗൂഢാലോചന ഉൾപ്പെടെയുള്ള അതീവ ഗുരുതരമായ കുറ്റങ്ങളാണ് അമേരിക്ക അദ്ദേഹത്തിന് മേൽ ചുമത്തിയിരിക്കുന്നത്. വെനസ്വേലയുടെ ഭരണം താൽക്കാലികമായി അമേരിക്ക ഏറ്റെടുക്കുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിന് മേലുള്ള നഗ്നമായ കടന്നുകയറ്റമാണിതെന്ന് അന്താരാഷ്ട്ര തലത്തിൽ പലരും വിമർശിക്കുമ്പോഴും ട്രംപിന്റെ ഈ നീക്കത്തെ ഒവൈസി മോദിക്കെതിരെയുള്ള ആയുധമാക്കുകയാണിപ്പോൾ. ഒവൈസിയുടെ പരാമർശത്തിന് പിന്നാലെ BJP നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്ത്യ ഉത്തരവാദിത്തമുള്ള ഒരു ജനാധിപത്യ രാജ്യമാണെന്നും മറ്റൊരു രാജ്യത്ത് അധിനിവേശം നടത്തുന്നത് ഇന്ത്യയുടെ നയമല്ലെന്നുമാണ് BJP MP ഗുലാം അലി ഖദാന പ്രതികരിച്ചത്. ഒവൈസിയുടെ പ്രസംഗം വെറും പ്രകോപനം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ളതാണെന്നും ഭീകരവാദത്തിനെതിരെ ഇന്ത്യ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും BJP നേതാക്കൾ അവകാശപ്പെട്ടു. സർജിക്കൽ സ്ട്രൈക്കുകളിലൂടെയും ബാലാക്കോട്ട് ആക്രമണത്തിലൂടെയും ഇന്ത്യ തന്റെ ശക്തി തെളിയിച്ചിട്ടുള്ളതാണെന്നും അവർ കൂട്ടിച്ചേർത്തു. മസൂദ് അസർ, ഹാഫിസ് സയ്യിദ് തുടങ്ങിയ ഭീകരർ പാകിസ്ഥാനിൽ ഒളിവിൽ കഴിയുന്നതും പാക് സൈന്യത്തിന്റെ സംരക്ഷണം ഇവർക്ക് ലഭിക്കുന്നതും ഇന്ത്യ നിരന്തരം അന്താരാഷ്ട്ര വേദികളിൽ ഉയർത്തുന്ന വിഷയമാണ്. എന്നാൽ അവരെ ഇന്ത്യൻ മണ്ണിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന വസ്തുതയാണ് ഒവൈസി ചൂണ്ടിക്കാട്ടുന്നത്. അമേരിക്കൻ സൈന്യം നടത്തിയതുപോലെ ഒരു അപഹരണം ഇന്ത്യക്കും സാധ്യമാണോ എന്ന ചോദ്യമാണ് പ്രസംഗത്തിലൂടെ ഒവൈസി ഉയർത്തുന്നത്. ട്രംപിന്റെ നടപടിയെ പരോക്ഷമായി പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് മോദിയുടെ അവകാശവാദങ്ങളെ പരിഹസിക്കുക മാത്രമാണ് തന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം വിശദീകരിച്ചു. മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പും നഗരസഭാ തിരഞ്ഞെടുപ്പുകളും അടുത്തിരിക്കുന്ന സാഹചര്യത്തിലാണ് ഒവൈസി മുംബൈയിൽ ഇത്തരമൊരു പ്രസംഗം നടത്തിയത്. ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കാനും കേന്ദ്ര സർക്കാരിന്റെ വിദേശ നയം പരാജയമാണെന്ന് വരുത്തി തീർക്കാനുമുള്ള നീക്കമായി ഇതിനെ നിരീക്ഷകർ കാണുന്നു. ട്രംപിന്റെ നടപടി ആഗോള സമാധാനത്തിന് ഭീഷണിയാണെന്നിരിക്കെ അതിനെ ഇന്ത്യക്ക് അനുകരിക്കാവുന്ന ഒരു മാതൃകയെ അവതരിപ്പിച്ചത് നയതന്ത്രപരമായി വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കും. മുംബൈ ആക്രമണത്തിന്റെ ഇരകളായവർക്ക് നീതി ലഭിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്ന വികാരമാണ് അദ്ദേഹം പങ്കുവച്ചത്. പാകിസ്ഥാനുമായുള്ള ഇന്ത്യയുടെ ബന്ധം വഷളായി തുടരുന്ന സാഹചര്യത്തിൽ ഒവൈസിയുടെ ഈ പ്രസംഗം പാക് മാധ്യമങ്ങളും ഏറ്റെടുത്തിട്ടുണ്ട്. ഇന്ത്യ തങ്ങൾക്കെതിരെ സൈനിക നീക്കത്തിന് ഒരുങ്ങുന്നുവെന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അമേരിക്കൻ അധിനിവേശത്തിൽ ഇതുവരെ 40ഓളം പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. സമാനമായ ഒരു സാഹചര്യമാണ് ഒവൈസി ഇന്ത്യക്കും നിർദ്ദേശിക്കുന്നത് എന്നത് ഗൗരവകരമായ കാര്യമാണ്. ഇത് മേഖലയിലെ അസ്ഥിരത വർദ്ധിപ്പിക്കാൻ മാത്രമേ സഹായിക്കൂ എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. അസദുദ്ദീൻ ഒവൈസിയുടെ മുംബൈ പ്രസംഗം ഇന്ത്യയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും വിദേശനയ ചർച്ചകളിലും വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചു കഴിഞ്ഞു. ട്രംപിന്റെ അതിസാഹസികമായ നടപടിയെ മുൻനിർത്തി അദ്ദേഹം ഉയർത്തിയ ചോദ്യങ്ങൾക്ക് സർക്കാർ എന്ത് മറുപടി നൽകുമെന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. വെനസ്വേലയിലെ സംഭവവികാസങ്ങൾ ഒരു ലഹരിമരുന്ന് കേസുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ഇന്ത്യക്ക് പാകിസ്ഥാനുമായിട്ടുള്ളത് ഭീകരവാദവുമായി ബന്ധപ്പെട്ട അതിസങ്കീർണമായ പ്രശ്നങ്ങളാണ്. രണ്ടിനെയും ഒരേ തുലാസിൽ വെച്ച് തൂക്കുന്നത് എത്രത്തോളം പ്രായോഗികമാണെന്നത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്.